അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചി യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗായ്സ്, നമ്മളിപ്പോൾ ആരാ കൂടെയുള്ളത്? ബേബി ആട്ടോ. ബേബി അങ്ങോട്ടാ പോണേ? ബേബി ഇതാ വീണ്ടും ഹോസ്പിറ്റൽ ഗേസ്. പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫുൾ ഹോസ്പിറ്റലാണ് ഗേസ്. എന്താ ചെയ്യുക? അപ്പോളേ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകണേ. അപ്പോൾ പോണ പോക്കിൽ ബേബിക്ക് റേഷൻ കടയിൽ നിന്ന് റേഷൻ വാങ്ങണ്ടേ, അത് വാങ്ങി. ഓലൊക്കെ സ്വന്തം കാട്ടുമ്മേ ബേബിക്ക് സ്വന്തമായിട്ട് കാട്ടൊക്കെ ഉണ്ട് ഗേസ്. നിൽക്കാതെ കഴിഞ്ഞാൽ ഞങ്ങളെ റേഷൻ കാർഡ് നിന്നാണ് വെട്ടി റോല് സ്വന്തം കാർഡ് ഉണ്ടാക്കി ഗായ്സ്. ഇതാണ് അവസ്ഥ, എന്ത് ചെയ്യുന്നു. അപ്പം ഗായ്സ്, ബേബി ഇതാ റേഷൻ കടയിലാണ് ഇപ്പോൾ ഉള്ളത്. റേഷൻ കടയിൽ റേഷൻ വാങ്ങാൻ വേണ്ടി പോയിക്കാണ്. പിന്നെ അല്ല, റേഷൻ കടയിൽ റേഷൻ അവൾക്ക് പേടിണ്ടായിരുന്നു. റേഷൻ കടയിൽ പോയാൽ എന്താ ആവുകയെന്ന്. ഇപ്പം എമർജൻസി ചെല്ല്, ഞാൻ ഇവിടെ ഇരിക്കാം, എന്താ ഉണ്ടാകാൻ നമുക്ക് നോക്കാം, ഓരെന്താ കാട്ടെന്ന് ഞാൻ നോക്കട്ടെ അറിയാം. അപ്പോൾ ആദ്യമായിട്ട് റേഷൻ കടയ്ക്ക് പോകുന്നത്. അപ്പോൾ പിന്നെ മാളേക്കല വീട്ടിലെ റേഷൻ കാർഡുമ്മേ മാമ്പഴ ഞങ്ങളെ സ്വന്തം റേഷൻ കടയിൽ നിന്ന് അവള് റേഷൻ വാങ്ങാണ്. റേഷൻ കിട്ടുമോ നോക്കട്ടെ. നമുക്കൊരു സംശയം കിട്ടൂല. നമുക്ക് ഭയങ്കര ബേജാറും പേടി. ഞാൻ റേഷൻ വാങ്ങാൻ പോയാൽ എന്താകുക. നമുക്ക് പിന്നെ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കാണാൻ പോകാൻ പേടിയില്ലേനു. എന്താ ചെയ്യുക ഗൈസ്. ബേബിൻ്റെ അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാട്ടോ ബേബി റേഷൻ വാങ്ങണത്. ഉമ്മ ഉണ്ടെങ്കിൽ ഒക്കെ ഉമ്മനേക്കാരം വാങ്ങാം. അങ്ങനെ ബേബിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് റേഷനൊക്കെ വാങ്ങിയോ ബേബിൻ്റെ മെച്ചൂടെ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ വീണ്ടും പാണ്ടിക്കാട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. നിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്. അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി നമ്മൾ പോണത്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ യൂറിൻ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ടെസ്റ്റിനും വേണ്ടിയാണ് ഇപ്പോൾ വന്നത് കേട്ടോ. മക്കളെ മറ്റേ നമ്മളെ പാണ്ടിക്കാട് ഹോസ്പിറ്റൽ പറഞ്ഞാൽ ഇപ്പോൾ വേറെ ലെവലാട്ടോ. വൻ സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്, അടിപൊളിയാണ്. അങ്ങനെ ബേബി ലാബിൽ കയറി ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ, ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്കളെ ടെസ്റ്റ് 1.5 ടെസ്റ്റ് കേട്ടോ. ഫസ്റ്റ് ബ്ലഡ് എടുത്തു. ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും എടുത്ത് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 2 ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് സംഭവം സമയം കുറയാവുന്ന എനിക്ക് മനസ്സിലായിട്ടോ. അപ്പോൾ ആ വെയിറ്റിംഗ് ക്യാബിൽ ഞാൻ എന്ത് ചെയ്തു, ഏതായാലും മുട്ടടിക്കണം, താടിക്കൊന്ന് ചെറുതായിട്ടൊന്ന് സെറ്റാക്കണം എന്ന് വിചാരിച്ച് നേരെ പുറത്തിറങ്ങി ഒരു ബാർബർ ഷോപ്പ് കയറിയിട്ടോ. ചെന്ന് നോക്കിയപ്പോൾ ബായിയാണ്. എന്താ മട്ടം നോക്കട്ടെ ഗൈസ്. ഞാൻ ബേബിൻ്റെ 2 പ്രാവശ്യം ഇപ്പോൾ ബ്ലഡ് എടുത്തു ബേബിക്ക്. അപ്പോൾ ബേബി ബ്ലഡ് എടുത്ത് 1 ലിറ്റർ വെള്ളം കുടിച്ച് അവിടെ വിശ്രമിക്കുകയാണ്. ഇനിയും എടുക്കാനുണ്ട്, അത്രേ 2 പ്രാവശ്യം കൂടി എടുക്കാനുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും എടുക്കാനുണ്ടെന്നാണ് പറഞ്ഞ്. അപ്പോൾ ആ ഒരു വെയിറ്റിംഗ് ഗ്യാപ്പിൽ ഞാൻ എന്തെറ്റി ഒന്ന് മിനുസാക്കാൻ പോയി കേട്ടോ, ചെറുതായിട്ടൊന്ന് മിനുസാക്കാൻ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ബായിയാണ്. ഓ മക്കളെ, കേരളത്തിൽ മലയാളികളുടെയൊക്കെ അവസ്ഥ എന്താ, എനിക്ക് വയ്യ കേട്ടോ. എവിടെ നോക്കിയാലും ബായിയാൾ, ബാർബർ ഷോപ്പിൽ ബായിയാൾ, പിന്നെ ഇൻഡസ്ട്രിയൽ മേഖലയിൽ ബായിയാൾ, ഒരുവിധപ്പെട്ട മേഖലയിലൊക്കെ ബായികളാണ്. എനിക്ക് തോന്നുന്നു 70% മേഖലയും ബായികളുടെ കയ്യിലാണെന്ന് സംശയം. ഓക്കെ, ഒക്കെ മലയാളീസിൻ്റെ മോശമാവാം അല്ലേ. എന്തായാലും കുഴപ്പമില്ല, ആൾ പണിയൊന്നും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. വലിയൊരു മോശമല്ലാത്ത രീതിയിൽ സെറ്റാക്കി വിട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ 100% ഒക്കെ ഇല്ല. നമ്മളെ ചെറുക്കം സനു തൂവൂർ മലയാളി, അവൻ്റെ തന്നെ പോകണം. ഇവർ ഫാസ്റ്റാട്ടോ, ഭയങ്കര ഫാസ്റ്റാണ്. 10 മിനിറ്റ് കൊണ്ട് താടി മുടിയൊക്കെ സെറ്റാക്കി വിട്ടു. അപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മൾ വിഷയമല്ല മക്കളെ. ഇപ്പോൾ ഞങ്ങൾ എൻ്റെ മോളെ കൊണ്ട് ഞാനിവിടെ നിയോ ഹോസ്പിറ്റൽ വന്നതാണ്. നിയോ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലായി കണ്ടോ, പഴയ മാരുന്നല്ല, സെറ്റപ്പായിന്. പണ്ട് മോശമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒന്നും കൂടി ഫെസിലിറ്റിയൊക്കെ കൂട്ടി ഒരുപാട് മിഷനറികളും ആധുനിക സംവിധാനങ്ങളൊക്കെ ആയിട്ട് അവർ ഗംഭീരമായൊരു തുടക്കം ഉഷാറാക്കിയിട്ടുണ്ട്, അടിപൊളിയായിട്ട്. അപ്പോൾ ബേബിയുടെ വെയിറ്റിങ്ങിലാണ്. ഞാനിവിടെ പുറത്തിറങ്ങി ബാർബർ ഷോപ്പ് പോയതാട്ടോ, വേറൊന്നുമല്ല. അപ്പോൾ നിയോ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു സംഭവമായിട്ടുണ്ട് കേട്ടോ, സെറ്റപ്പായിന്. ഏത് ചികിത്സക്കും പരിഹാരം ഉണ്ടെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെ ഭാവിയിൽ എന്തൊക്കെ വിവരങ്ങളൊക്കെ കിട്ടുന്ന അറിയില്ല. നിയോ ഹോസ്പിറ്റലിൻ്റെ പുതിയൊരു വേർഷൻ, ഒരുപാട് അത്യാധുനിക സൗകര്യങ്ങളൊക്കെ പുതുതായിട്ട് സെറ്റപ്പാക്കിയിട്ടുണ്ട്. ചെക്കപ്പും കാര്യങ്ങളൊക്കെ, പിന്നെ CT സ്കാൻ പോലെ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ പാണ്ടിക്കാട് അത്യാവശ്യമുണ്ട്. ഒരുവിധം ആക്സിഡൻറ്റ് എമർജൻസി കേസുകളൊക്കെ അവർ സ്വീകരിക്കുന്നതാണ്. വർഷങ്ങളായിട്ട് നിയോ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലാണ് കേട്ടോ പാണ്ടിക്കാട്. എല്ലിൻ്റെ വിഭാഗവും ഈ പ്രസവ രക്ഷാകാര്യങ്ങളുള്ള എല്ലാ രീതിയിലും, പ്രസവപരമായിട്ടുള്ള എല്ലാ രീതിയിലും വളരെ മികച്ച രീതിയിലാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന അത്രയും കാലം മുതൽ നമുക്ക് വളരെ സന്തോഷമാണ്, ഒരു വിഷമം തോന്നിയിട്ടൊന്നുമില്ല എല്ലാ കാര്യത്തിലും. അപ്പോൾ ഇവിടെ ഒരു ഇൻസൂർ പോളിസിൻ്റെ പരിപാടിയുണ്ട്. അവർക്ക് ഇവിടെ വരുന്ന സ്ത്രീകളൊക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് പോളിസി എടുപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടെന്ന് എനിക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലായിട്ട്, ഞാൻ നേരത്തെ പോയപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു.
അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പെടുന്നവരൊക്കെ പെടും, അല്ലാത്തവരൊക്കെ രക്ഷപ്പെടും. അപ്പോൾ ഇവിടെ ഞങ്ങൾ എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്നാണ് അപ്പോൾ പറയുന്നത് കേട്ടോ. CT സ്കാൻ ഐറ്റംസുകൾ പരിപാടികൾ പ്രവർത്തനങ്ങൾ വൻ സെറ്റപ്പിലാണ് പുതിയ ബിൽഡിങ്ങുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ അധിക സൗകര്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി മടങ്ങി വരികയാണ്. ബേബി ഞാൻ ഒറ്റക്കുള്ളൂ, കുട്ടിയില്ല. രാവിലെ പോന്നാണ്. സമയം ഉച്ച കഴിഞ്ഞു. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിൽ. അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു. എന്നാ വിശേഷം? കുഴങ്ങിക്കേ? എന്ത് പറഞ്ഞു ഡോക്ടർ? കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തൊക്കെ ടെസ്റ്റാണ് ചെയ്തേ? ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, യൂറിൻ, ബ്ലഡ്. എത്ര മണിക്കൂർ അല്ലേ? നമ്മൾ രാവിലെ 9 മണിക്ക് പോയത്, 2 മണിയായിട്ടോ. അപ്പം ഞങ്ങൾ കുഞ്ഞിവിടെ വീട്ടിലൊറ്റക്കാണ്, പെണ്ണുൻ്റെ ഒപ്പമാണ്. ഞങ്ങളിപ്പോൾ എത്തി. ഓക്കെ, അപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തി കേട്ടോ. 2 മണിയോടായി സമയം. അപ്പോൾ കുഞ്ഞിവിടെ കളിച്ചിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ല, പരിഭവങ്ങളും പിണക്കങ്ങളും കച്ചറയൊന്നും ഇല്ലാതെ കളിച്ചിരിക്കുകയാണ് നല്ല കുട്ടിയായിട്ട്. അപ്പോൾ അവൾക്ക് പനി അതുകൊണ്ടാണ്, പനിയും മണലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തൊന്നും കൊണ്ടുപോകാത്തത്. ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോയിരുന്നത് സാധാരണ. അപ്പോൾ ഈ വെയിലല്ലേ, ഭയങ്കര ചൂടും. അപ്പോൾ കൊച്ചിനെ കൊണ്ട് ഭയങ്കര പ്രയാസവും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, വിശേഷങ്ങൾ അറിയിക്കുക. ഓക്കെ.